നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹാർദമായ സ്വാഗതം. അത് തന്നെ എല്ലാവർക്കും മനോഹരമായിട്ടുള്ളൊരു ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ളൊരു പുതുവത്സരം ആശംസിക്കുകയാണ്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് പറയുന്ന പോലെ ഒരു പുതുവർഷമാകുമ്പോൾ നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ എന്താ പറയുക, അങ്ങനെ തന്നെ ഈ വർഷം മുമ്പോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ അതിഥി സാമൂഹ്യപാഠം നിങ്ങൾക്ക് നൽകുന്ന ഒരു പുതുവത്സര സമ്മാനമാണ്. 2012 സിവിൽ സർവീസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും മലയാളത്തിൽ എഴുതി സിവിൽ സർവീസിലെ മലയാളത്തിൻ്റെ 1ാം റാങ്ക് എന്ന് മഹാകവി ONV കുറുപ്പ് വിശേഷിപ്പിച്ച ഒരു മികച്ച എഴുത്തുകാരനും വാഗ്മിയും ചിന്തകനും ഒക്കെയായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ MP ലിബിൻ രാജ്, അദ്ദേഹത്തെ അത്യാദരപൂർവ്വം സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. ആദ്യം തന്നെ സാമൂഹ്യ പാഠത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. സാറിനോട് ആദ്യം തന്നെ അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ഈ വർഷത്തെക്കുറിച്ച് തന്നെ ആവാം. ഈ 2020 ജനുവരി 1 നമ്മുടെ കൂടെ ഈ ന്യൂ ഇയർ ആഘോഷിച്ച ഏകദേശം 18 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ഈ 2021 ജനുവരി 1 ആകുമ്പോൾ നമ്മുടെ കൂടെ ഇല്ല. മാത്രമല്ല ഈ കോവിഡ് മൂലം അങ്ങനെ മാത്രമല്ല ആളുകൾ പൊലിഞ്ഞത്, ഈ കോവിഡ് പ്രതിസന്ധി മൂലം സാമ്പത്തിക നഷ്ടം, തൊഴിൽ നഷ്ടം മൂലം സ്വയം ജീവൻ കളഞ്ഞ ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അവരെയും നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. സാറിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് 2020 ഞങ്ങൾ ഒരു നഷ്ടത്തിൻ്റെ അല്ല നഷ്ടപ്പെടലിൻ്റെ വർഷമായിട്ട് കണക്കാക്കണോ, അതോ ഒരു അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിചിന്തനത്തിൻ്റെ വർഷമായിട്ട് കണക്കാക്കണം? ആദ്യം തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ പ്രതീക്ഷാ നിർഭരമായ ഒരു 2021 ആദ്യം തന്നെ ആശംസിക്കുന്നു. ജിവേഷ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടായ ഒരു വർഷമാണ് 2020. ലോകം മുഴുവൻ ഒത്തിരി പേർ രോഗത്തിന് ബാധിച്ച് മരിച്ചു. അതേസമയം 2021 എനിക്ക് തോന്നുന്നു തിരിച്ചുപിടിക്കലിൻ്റെ വർഷമാണ്. കഴിഞ്ഞ വർഷത്തെ 365 ദിവസത്തിൽ നമുക്ക് ഏകദേശം 270ഓളം ദിവസങ്ങൾ, ഏകദേശം 9 മാസത്തോളം വീട്ടിലിരിക്കേണ്ടി വന്നു, നമ്മളെ അടച്ചിടേണ്ടി വന്നു. ഈ 270 ദിവസം നഷ്ടപ്പെട്ടു പോയ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുവാനും നമുക്ക് തിരിച്ചു പിടിക്കുവാനുമുള്ള വർഷമാണ് 2021. പക്ഷേ ചരിത്രം നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പല ദുരിതങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ പോലും നമ്മൾ വലിയ തിരിച്ചുവരവുകൾ നടത്തിയിട്ടുണ്ട്. പോളിയോയുടെ വാക്സിൻ എടുക്കുക, ഏകദേശം 116 വർഷമെടുത്തു പോളിയോയുടെ വാക്സിൻ കണ്ടുപിടിക്കാൻ ലോകം. അതേപോലെ റാബിസിൻ്റെ വാക്സിൻ എടുക്കുക, ഏകദേശം 127 വർഷം എടുത്തു റാബിസിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കാൻ. സ്പാനിഷ് ഫ്ലൂ 1918 സ്പാനിഷ് ഫ്ലൂ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി 1942 വരെ, അതായത് ഏകദേശം 24 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. കോവിഡ് വന്നിട്ട് ഏകദേശം 2 വർഷം തികച്ചില്ല, അതിനു മുമ്പേ വാക്സിൻ എത്തുന്നു എന്നുള്ള ശുഭസൂചനയാണ് നമുക്ക് കിട്ടുന്നത്. പാലാഴി മദനം എന്ന് പറയുന്നത് ഭഗവത് പുരാണത്തിലൊരു കഥയുണ്ട്, കേട്ടിട്ടുണ്ട്. ആ കഥയിൽ ആദ്യം, അതായത് അസുരന്മാരും ദേവന്മാരും കൂടി ഒരുമിച്ച് ചേർന്ന് പാലാഴി മദനം നടത്തുകയാണ്. ഈ മദനത്തിനിടയ്ക്ക് അവർക്ക് ആദ്യം കിട്ടുന്നത് സരസ്വതി ദേവിയാണ്, അതിനുശേഷം ധന്വന്തുരിയെ കിട്ടുന്നു, അതിനുശേഷം കൽപ്പവൃക്ഷം കിട്ടുന്നു. പക്ഷെ അതിനുശേഷം അവർക്ക് കിട്ടുന്നത് കാളകൂട വിഷമാണ്. കാളകൂട വിഷം, ഈ കാളകൂട വിഷം ശിവൻ കഴിച്ചു എന്നാണ്, അതുകൊണ്ടാണ് ശിവന് നീലകണ്ഠൻ എന്നുള്ള പേര് വന്നതെന്നാണ് ഐതിഹ്യം. അതിനുശേഷമാണ് അമൃത് വന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ നശിപ്പിക്കുന്ന കാളകൂട വിഷത്തിന് ശേഷം അമൃത് വരും എന്നുള്ള കാത്തിരിപ്പാണ് 2021 എനിക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്. വളരെ വലിയൊരു, വളരെ എന്താ പറയുക, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യം തന്നെ അങ്ങ് പറഞ്ഞത്. എനിക്ക് അങ്ങയോടൊപ്പം അടുത്ത് ചോദിക്കാനുള്ളത്, എല്ലാവരും ഒരു മോട്ടിവേഷൻ, പ്രചോദനം എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം, ഈ ജീവിത വിജയം അല്ലെങ്കിൽ ഈ സക്സസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സംതൃപ്തനാണെങ്കിൽ, എല്ലാ കാര്യത്തിലും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സംതൃപ്തനാണെങ്കിൽ അയാൾ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ലേ? അങ്ങയുടെ ഒരു ജീവിതം വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ജീവിതത്തിൽ വിജയം എന്നുള്ളത് തികച്ചും ആപേക്ഷികമായ ഒന്നാണ്. എനിക്കൊന്ന് വ്യക്തിപരമായ സക്സസ് എന്ന് പറയുന്നത് ആളുകൾ അവരുടെ ലൈഫിനെ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു വിജയമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീടിനടുത്ത് 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് ഒരു കൃഷിക്കാരനായ ഒരാളാണ്, മറ്റൊരാൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു തുച്ഛം മാർഗം മാറ്റിവെച്ച് അതിൽ നിന്ന് സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ കെട്ടിച്ചയക്കാൻ വേണ്ടി, പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പകുതിയിലെത്തി നിൽക്കുന്ന ആളാണ്. പുറത്തു നിന്നുള്ള ഒരാൾ നോക്കിയാൽ അദ്ദേഹം സക്സസ്ഫുൾ അല്ല എന്ന് തോന്നും. അതേസമയം എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു കൃഷിക്കാരനുണ്ട്.
അദ്ദേഹമാവട്ടെ തൻ്റെ കൃഷിയിൽ ഇങ്ങനെ വളരെയേറെ ശ്രദ്ധിച്ച് കുറച്ച് മാത്രം സമ്പാദിച്ച് മക്കളെയെല്ലാം കെട്ടിച്ചയച്ച് വളരെ സമാധാനത്തോടു കൂടി കഴിയുന്ന ഒരാളാണ്. ഇത് തികച്ചും ഇൻഡിവിജ്വൽ അറ്റൈൻമെൻ്റ് ആണ്. രണ്ടുപേരുടെയും സക്സസ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ നോക്കുമ്പോൾ വിജയിച്ചിട്ടില്ല, മറ്റേയാൾ നോക്കുമ്പോൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടുപേരുടെയും സക്സസ് അല്ല യഥാർത്ഥത്തിലുള്ള സക്സസ്. സൊസൈറ്റിക്ക് ഇവരിൽ ആർക്കാണ് കൂടുതൽ നന്മകൾ ചെയ്യാൻ പറ്റുന്നത് അവരാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇൻഡിവിജ്വൽ അറ്റൈൻമെൻറ്റിനെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കോവിഡിൻ്റെ പ്രശ്നമാണ്. കോവിഡിൻ്റെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന നമുക്ക് പരിഹാരമായിട്ട് നിൽക്കുന്നത് ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്ന റിസർച്ച് സയൻറ്റിസ്റ്റുകളാണ്. ഈ റിസർച്ച് സയൻറ്റിസ്റ്റുകൾ വളരെ ഉയർന്ന പദവിയിലുള്ളവരാണ്, ഉയർന്ന ശമ്പളം വാങ്ങുന്നവരാണ്, അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരാണ്. അവർ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ലൈഫ് ഓൾറെഡി സക്സസ്ഫുൾ ആണ്, ഞങ്ങളിനി ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചാൽ ലോകം എങ്ങനെ മുന്നോട്ട് പോകും? അപ്പം നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് സക്സസ്. അല്ലാതെ മറിച്ചൊരു എൻഡ് പോയിന്റ് നമുക്ക് സക്സസ്സിൽ കണ്ടുപിടിക്കാൻ പലപ്പോഴും പറ്റില്ല. ഉദാഹരണത്തിന് നിങ്ങളൊരു പരീക്ഷ പാസ്സായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട പോസ്റ്റിലെത്തിയതുകൊണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയ അച്ചീവ്മെൻറ്റ് ചെയ്തതുകൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അതൊരു താൽക്കാലികമായ ഒരു ചവിട്ടുപടി മാത്രമാണ്. ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങൾ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, ഈ സമൂഹത്തിനെ മുന്നോട്ട് നടത്താൻ നിങ്ങൾ എന്ത് ചെയ്തു, അതിനെ ആശ്രയിച്ചിരിക്കും ഈ സക്സസ് എന്ന് പറയുന്നതിൻ്റെ വിലയിരുത്തൽ. ഇപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയും. ആസ് എ സിവിൽ സർവൻറ്റ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ എനിക്ക് സിവിൽ സർവീസ് പരീക്ഷ കിട്ടി, അതുകൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് വെക്കുക. അതിനുശേഷം ഐ എം സക്സസ്ഫുൾ എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ വിജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ, പിന്നീട് എനിക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട ഒട്ടേറെ ക്രിയേറ്റീവായ ഇന്നോവേറ്റീവായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് എൻ്റെ എൻഡ് പോയിന്റ് ഇതല്ല, തുടർച്ചയായിട്ട് സമൂഹത്തിന് എന്തെങ്കിലും തിരികെ കൊടുക്കാൻ കഴിയുന്നതാണ് എൻ്റെ എൻഡ് പോയിന്റ്, അതാണ് എൻ്റെ സക്സസ് എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴും സക്സസ്സിൽ എത്തിയിട്ടില്ല. അത് തന്നെയാണ് തീർച്ചയായിട്ടും അതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ സാറേ? ഒരു നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പറയുമ്പോൾ ഈ 2020 അങ്ങ് മുമ്പേ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വളരെ എല്ലാവരും പുതിയൊരു രീതി പരീക്ഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരെല്ലാം വീടുകളിൽ പഠിക്കാൻ തുടങ്ങി. നേരത്തെ നമ്മൾ വിദ്യാലയങ്ങളിൽ പോകുന്നതിന് പകരം വീടുകളിലിരുന്ന്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു സാർ. എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ പറയും ഞാൻ വലുതായാൽ എനിക്ക് ഇന്നയാളാകണമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ പറയും, ഇപ്പോഴത്തെ ഒരു സ്ഥിതിയാണ്, നീ വലുതായാൽ ഇന്നയാളായാൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് കുട്ടിക്കാലം മാറിയിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ കണ്ട പല കുട്ടികളും, ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുന്ന കുട്ടികൾ, ഇൻസ്റ്റഗ്രാമിൽ അയക്കുന്നവർ, പലപ്പോഴും പേഴ്സണൽ മെസ്സേജുകൾ അയക്കുന്ന കുട്ടികൾ, ഇവരുടെ എല്ലാം ആവശ്യം ഒന്നേ ഉള്ളൂ, ഇവർക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോകണം. അവർ ആ സ്കൂൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് അതേപോലെ കുട്ടികളെ വലിയ തോതിൽ മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് തോന്നിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 7 മാസമായി നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം സ്കൂളിൽ നടക്കേണ്ടതുണ്ടായിരുന്നു. ഒരുപക്ഷെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് പിസ്സ ഓർഡർ ചെയ്യാം, പക്ഷേ പിസ്സ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ വീട്ടിലെത്തിയാലേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതേപോലെയാണ് ഓൺലൈൻ ലേണിംഗും. അധ്യാപകർക്ക് വീട്ടിലിരുന്ന് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും, പക്ഷേ അധ്യാപകർക്ക് ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നടത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ രക്ഷിതാക്കൾ കുട്ടികളുടെ മേൽ അവരുടെ കരിയർ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം എൻ്റെ അച്ഛനും അമ്മയും ഒന്നും എന്നെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നല്ലൊരു കരിയർ കിട്ടിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അവരെന്നെ അടിച്ചേൽപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ ഓപ്ഷനുകളും എൻ്റെ ഓപ്ഷനുകളും തമ്മിൽ ഒരുപക്ഷെ ചേരാതെ പോയി. പല കുട്ടികളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ ഓപ്ഷനുകളും അധ്യാപകരുടെ ഓപ്ഷനുകളും രക്ഷിതാക്കളുടെ ഓപ്ഷനുകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടാവുക. പലപ്പോഴും ഉദാഹരണത്തിന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ഉണ്ടായിരുന്ന ഒരു പ്രൊഫഷൻ നേഴ്സിംഗ് ആണ്. ഇന്ന് നേഴ്സിംഗ് അല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഫഷൻ. അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പോയിക്കൊണ്ടിരുന്ന ഗൾഫാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഗൾഫിലേക്ക് പോകാനുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. അപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. അപ്പോൾ കുട്ടികളാവട്ടെ, അധ്യാപകരാവട്ടെ, അല്ലെങ്കിൽ രക്ഷിതാക്കളാവട്ടെ, അവർ കുട്ടികളുടെ മേൽ ഒരു ആഗ്രഹം പറയുമ്പോൾ അത് ഒരു 30 വർഷങ്ങൾക്ക് ശേഷം ഈ കരിയർ എവിടെ ചെന്ന് എത്തി നിൽക്കും എന്നുള്ള പ്ലാനിങ്ങോടുകൂടി ആവണം ഇവരെ ഉപദേശിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും. ഇപ്പോൾ സമൂഹമുണ്ട്, ഏതെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന ആൾ സയൻസ് എടുക്കണം, ഏറ്റവും അടുത്ത മാർക്ക് കിട്ടുന്ന ആൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം, അതിന് താഴെയുള്ളവർ കൊമേഴ്സ് എടുക്കണം, അതിന് താഴെയുള്ളവരായിരിക്കണം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ, അല്ലെങ്കിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നവരാവണം ഹ്യൂമാനിറ്റീസ്. ഇങ്ങനെയാണ് സൊസൈറ്റി ഡിസൈഡ് ചെയ്ത് വെച്ചത്. സാറിനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സജസ്റ്റ് ചെയ്യാം, പിന്നെ അതിനെ മോണിറ്റർ ചെയ്യാം, അതിനെ നിരീക്ഷിക്കും. അൾട്ടിമേറ്റ്ലി ഈ ലക്ഷ്യം തീരുമാനിക്കേണ്ടതും അതിലേക്ക് നടക്കേണ്ടതും കുട്ടികളാണ്. അതുകൊണ്ട് ആ ഒരു ചോദ്യം എനിക്ക് സാറിനോട് അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അതിന് മുമ്പ് സാമൂഹ്യ പാഠം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്.
നമുക്കറിയാം, നിർഭാഗ്യവശാൽ ആരോഗ്യകരമല്ലാത്ത കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഓരോ വാർത്തകൾ ഓരോ പ്രാവശ്യവും എല്ലാം വായിക്കുന്നുണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അവകാശമുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ട്. എനിക്കും ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ ഒരു ഉത്തമ പൗരനാകണമെന്ന് അവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു ഉൾക്കാഴ്ച ചിലപ്പോഴും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കണമെന്നില്ല. അവരോട് അങ്ങേക്ക് പറയുവാനുള്ളത് എന്താണ്? ഇതൊന്നും പുതിയ കാലത്തെ കുട്ടികൾ നേരിടുന്ന വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമല്ല, ഒരുപക്ഷെ അവർ അക്കാഡമിക്കലി നേരിടുന്ന പ്രശ്നമല്ലായിരിക്കാം, കരിയർ ആയിരിക്കില്ല അവരുടെ വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം മാനസികമായ സമ്മർദ്ദമാണ്. അതെ, ഒരുപക്ഷെ അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരവസരങ്ങളിലാണ് കുട്ടികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നതും ലഹരിയിലേക്ക് മാറിപ്പോകുന്നതുമൊക്കെ. രക്ഷിതാക്കളും അതിനൊരു പരിധിവരെ ഭാഗമാണ്. കാരണം പല രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികളെ കാണുന്നത് തങ്ങളുടെ സ്വത്തായിട്ടാണ്. അതെ. അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ ബാങ്കിൽ ഒരു അക്കൗണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്. ഈ പൈസ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചിലവഴിക്കാം. നിങ്ങൾ ഇഷ്ടമുള്ള കാര്യം വാങ്ങാൻ വേണ്ടിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് കുട്ടികളെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട ധാരണ. ഈ ധാരണ പൊളിച്ചെഴുതേണ്ട കാലം അതിക്രമിച്ചു. കാരണം കുട്ടികൾക്ക് അവരുടേതായ റൈറ്റ്സും അവരുടേതായ ചിന്തയും അവരുടേതായ പ്ലാനിങ്ങും ഉണ്ടാവാൻ ആദ്യം ശ്രമിക്കും. അതിനൊരു കരിയർ പ്ലാനിങ് ഉണ്ടാവണം. ഈ കരിയർ പ്ലാനിങ്ങിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ രക്ഷിതാക്കളും അധ്യാപകരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം വീട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ അസ്വാരസ്യം പോലും ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും, വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാക്കും. ഒരുപക്ഷെ അച്ഛനും അമ്മയും തമ്മിലടിക്കുന്നതോ അച്ഛൻ അമ്മയോട് ഒരു മോശം വാക്ക് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അമ്മ അച്ഛനോട് ബിഹേവ് ചെയ്യുന്ന രീതിയെല്ലാം കുട്ടി രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് തൻ്റെ ബുദ്ധിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് വളർന്നു വരുന്ന അവൻ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുന്ന രീതി, കുട്ടികളെ വളർത്തുന്ന രീതി, പ്രത്യേകിച്ച് നല്ല ബിഹേവിയർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്നോ അല്ല, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് മുത്തശ്ശന്മാരിൽ നിന്നായിരുന്നു പഠിക്കുന്നത്. ഇന്ന് അവർ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് മീഡിയയിൽ നിന്നാണ്. അതെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കൂടുതലുള്ളതുകൊണ്ട് ആ രീതിയിലും അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയിൽ നിന്ന്, തൊട്ടടുത്തിരിക്കുന്ന കുട്ടി പഠിക്കുന്നത് ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന്. അപ്പോൾ വീട്ടിലുണ്ടാവുന്ന ഒരു ചെറിയ പ്രശ്നം പോലും കുട്ടിയെ മാനസികമായി വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടേക്കാം. കാരണം അവർ അത്രയും നാളും കാണാത്ത, പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മളെ അടിക്കുന്നത്, അച്ഛൻ അല്ലെങ്കിൽ അമ്മ അടിക്കുന്നത് അവരുടെ ഒരു അവകാശമായിട്ട് കണ്ടിരുന്നു, നമ്മളും അത് ആക്സെപ്റ്റ് ചെയ്തിരുന്നു. പുതിയ കാലത്തെ കുട്ടികൾ മാറി. കാരണം അവർ കണ്ടുവരുന്നത് അവരുടെ കൂടെയുള്ള കുട്ടികളെ തല്ലാത്ത അല്ലെങ്കിൽ വേദനിപ്പിക്കാത്ത അധ്യാപകരെയും രക്ഷിതാക്കളെയുമാണ്. സോ അതുകൊണ്ട് കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾക്ക് വലിയ റോളുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും കഴിയുന്നിടത്തോളം. കാരണം ഏറ്റവും കൂടുതൽ ഉപദേശം കൊണ്ട് വലയുന്നവരാണ് കുട്ടികൾ. ഒരു 18 വയസ്സ് വരെ കുട്ടികൾക്ക് അവിടെ നിന്നും ഇവിടെ 4 സൈഡിൽ നിന്നും ഉപദേശങ്ങളാണ്. കാരണം ഇവർ വലുതായില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ്. അതേസമയം നമ്മൾ എന്തായിരുന്നു ചെറിയ വയസ്സിൽ, ആ പ്രായത്തിൽ എന്തായിരുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മൾ കുട്ടികളോട് ഇടപെടുമ്പോൾ ഒരു കുട്ടിയായി തന്നെ ഇടപെടണം, മുതിർന്നവരായി ഇടപെടരുത്. പലപ്പോഴും വീട്ടിൽ അച്ഛനും അമ്മയും കുട്ടികളുടെ മുമ്പിൽ മുതിർന്നവരായിട്ട് ബിഹേവ് ചെയ്യും. ഞങ്ങൾ മുതിർന്നവരാണ്, ഞങ്ങൾ പറയുന്നതൊക്കെയാണ് ശരി, നീ അതേപോലെ പാലിച്ചാൽ മതി എന്ന് പറയുന്നിടത്താണ് പല പ്രശ്നങ്ങളും കുട്ടിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ തന്നെ സാർ, അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യങ്ങളാണ്, ഒട്ടും ഞാനൊരു അമ്മയാണെന്നോ ഞാനൊരു അച്ഛനാണെന്നോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കടമ എത്രത്തോളം അതിൻ്റെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. എന്ന് വെച്ചാൽ തങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ഒരു കടമ പോലും അവർ മറക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അവരോട് അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ജനറേഷനിലുള്ള കുട്ടികൾ 3 കുട്ടികളായിരുന്നു. അതിനു മുമ്പ് എൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത് 12 കുട്ടികളുണ്ട് ഒരു വീട്ടിൽ. അവരെ നോക്കി നടത്തുന്നത് മുത്തശ്ശന്മാരും മുത്തശ്ശിയും. അതേസമയം എൻ്റെ അടുത്ത ജനറേഷൻ വന്നപ്പോൾ ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ അത് 2 കുട്ടികളായി. ഇന്ന് ഒരു കുട്ടിയെ തന്നെ വളർത്തിയെടുക്കുവാനുള്ള വലിയ ചുമതലയാണ് രക്ഷിതാക്കളുടെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും അധ്യാപകരുടെയും മുൻപിലുള്ളത്. ഈ ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യും. കാരണം ഇന്ന് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വളരെ കുറവാണ്, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിയെ എങ്ങനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാമെന്ന് നോക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് കുട്ടികളെ ഗൗനിക്കാത്ത, അവഗണിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകുന്നത്. അത് പലപ്പോഴും പണ്ട് ഒന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ വീട്ടിൽ കാണും, അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ കാണും. ഈ പഴയ കൾച്ചറിലേക്ക് നമുക്ക് തിരികെ പോകാൻ പറ്റില്ല. കാരണം അച്ഛനും അമ്മയും ഏൺ ചെയ്യുന്ന ഫാമിലീസാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാത്ത ഫാമിലീസാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, അണുകുടുംബങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മാതാപിതാക്കൾ കുട്ടികളെ പലപ്പോഴും സ്നേഹത്തോടെയും ഒരു പരിധിവരെ ഇറിറ്റേഷനോട് കൂടിയാണ്. കുട്ടികൾ അവരുടെ ലൈഫിൽ ചില ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നു.
ഒരുപക്ഷെ ഈ ഇറിറ്റേഷൻസ് മാറ്റി നിർത്തി ഒരു ഹ്യൂമൻ ടച്ചോട് കൂടി അത് സ്വന്തം കുട്ടികളെ മാത്രമല്ല മറ്റുള്ള കുട്ടികളെയും അതേ കണ്ണോടുകൂടി കാണാൻ കഴിയണം. അത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സ്വന്തം കുട്ടികളെ ഉപദ്രവിക്കുന്നതും സ്വന്തം കുട്ടികളെ അവഗണിക്കുന്നതും പോട്ടെ, മറ്റുള്ള കുട്ടികളെയും ഇതേ കണ്ണോടുകൂടി കാണുമ്പോഴാണ് ഏറ്റവും ദുഃഖകരം. കാരണം സമൂഹത്തിൽ ഇത് എല്ലാം വലിയ തോതിൽ സ്പ്രെഡ് ആവുകയാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടിയെ അച്ഛനോ അമ്മയോ മർദ്ദിക്കുന്നത് ഒരു വീഡിയോ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാവുക, അതാണ് വൈറലാവുന്നത്. ഒരു കുട്ടിയെ മർദ്ദിക്കുന്നത്. ആക്ച്വലി ഇത്തരത്തിലുള്ള രംഗങ്ങൾ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് അവയർനെസ് ഉണ്ടാവേണ്ടത് അച്ഛനും അമ്മയും എന്നെ അടിക്കുമെന്നല്ല, അങ്ങനെ അടിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ സാമൂഹ്യപാഠത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ലൈഫ് എഡ്യൂക്കേഷൻ്റെ ആവശ്യകത ഇല്ലേ ഇവിടെ? ഈ മാതാപിതാക്കൾക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം ഇവിടെ ആവശ്യമില്ലേ? വളരെ അത്യാവശ്യമാണ്. ലൈഫ് എഡ്യൂക്കേഷൻ മാത്രമല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മോറൽ വാല്യൂസ് ഉണ്ട്. അത് ഇപ്പം മോറൽ സയൻസ് പഠിച്ചതുകൊണ്ട് ഒരു കുട്ടി 100% മോറൽ ആവണമെന്നില്ല. നമ്മളൊക്കെ മോറൽ സയൻസ് പഠിച്ചു വന്നത്. നമ്മുടെ ഇന്ന് ഉദ്യോഗങ്ങളിലിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പുതിയ കാലത്ത് സൈബർ ക്രൈമുകളിലൊക്കെ ഏർപ്പെടുന്നത് വിദ്യാസമ്പന്നരായ കുട്ടികളാണ്. ഈ കുട്ടികളെല്ലാം ഒരുപക്ഷെ മോറൽ സയൻസ് എന്ന് പറയുന്ന ന്യൂ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ച കുട്ടികളാണ്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ വഴിതെറ്റിപ്പോകുന്നത്? കാരണം വിദ്യാഭ്യാസം കൂടും തോറും അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത ഒരു തലമുറയും കൂടിയാണ് പാരലലി വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലൈഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് ചില മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ മോട്ടിവേഷൻ ഗുരുക്കന്മാർ, അപ്പോൾ അതൊരു വലിയ ബിസിനസ്സാണ്. മോട്ടിവേഷൻ ഗുരുക്കന്മാർ ഈ കുപ്പിച്ചില്ല് പൊട്ടിച്ചിടും, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുട്ടികളെ നടത്തിക്കും. അതേപോലെ ഈ കുട്ടികളെ തീക്കനലിട്ടിട്ട് തീക്കനലിൻ്റെ മുകളിലൂടെ നടത്തിക്കും. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് തീക്കനലിൻ്റെ മുകളിലൂടെയും കുപ്പിച്ചില്ലിൻ്റെ മുകളിലൂടെയും നടക്കാൻ പറ്റുമെന്നാണ്. കുട്ടികൾക്ക് നടക്കാൻ കഴിയണം, അതിനുള്ള ആത്മവിശ്വാസം കൊടുക്കുക, ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ തീക്കനലിൻ്റെ മുകളിലൂടെ നടക്കുന്ന ഒരു കുട്ടി ഞാൻ തീക്കനലിൻ്റെ മുകളിലൂടെ നടന്നു അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മുമ്പിൽ കൂടെ നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കുപ്പിച്ചെല്ലിന് മുമ്പിൽ കൂടെ നടന്നു, കാല് മുറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ കുപ്പിച്ചെല്ലി ജീവിതത്തിൽ അവരുദ്ദേശിക്കുന്ന മെസ്സേജ് കുട്ടികൾക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ കുട്ടികളെ ഉപദേശിക്കാറില്ല. കാരണം ഞാൻ കണ്ടിട്ടുള്ള, എന്നോട് സംസാരിക്കുന്ന കുട്ടികളിൽ 80% പറയാറുണ്ട്, സാർ ഉപദേശം കണ്ടു മടുത്തു. വീട്ടിൽ പോയാൽ രക്ഷിതാക്കളുടെ ഉപദേശം, എൻട്രൻസ് ക്ലാസ്സിന് പോയാൽ അവിടുത്തെ അധ്യാപകരുടെ ഉപദേശം, അധ്യാപകരുടെ ഉപദേശം അല്ലാതെ സ്കൂളിൽ നിന്ന് മറ്റ് കൂട്ടുകാരുടെ ഉപദേശം, പിന്നെ കരിയർ ഗുരുക്കന്മാരുടെ ഉപദേശം, മോട്ടിവേഷണൽ ഗുരുക്കന്മാരുടെ ഉപദേശം, ഇതിനെല്ലാം ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ എന്നുള്ളതാണ്. കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഏക ഒരു ഇര എന്ന് പറയുന്നത് കുട്ടികൾ മാത്രമാണ്. രാവിലെയും ഭക്ഷണത്തിന് മുമ്പും ശേഷവും ഒരു ഉപദേശം. അപ്പം അടുത്ത ചോദിക്കാനുള്ള ചോദ്യം ഞങ്ങൾക്ക് അത് തന്നെയാണ്. വിജയത്തെ കാണുമ്പോൾ അതിനെ അതിമധുരമായിട്ട് പ്രകടിപ്പിക്കാൻ, ഈ പരാജയം എങ്ങാനും വന്നാൽ അതിനെ അരുചിയായിട്ടും പ്രകടിപ്പിക്കുന്ന ചിലപ്പോൾ കുട്ടികളൊക്കെ അങ്ങ് പറഞ്ഞ പോലെ കുട്ടികളെക്കാൾ ഉപരി അവരുടെ ചുറ്റുമുള്ള മറ്റുള്ളവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആകുലരാകുന്നത്. ഈ വിജയത്തിന്റെ സമ്മർദ്ദം എത്രത്തോളം കുട്ടികളിൽ ഈ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ ഈ സർവീസിൽ വന്നതിന് ശേഷം, സിവിൽ സർവീസിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട പാഠം, ഈ വിജയം പരാജയം എന്ന് പറയുന്നത് തികച്ചും ആപേക്ഷികം അല്ലെങ്കിൽ റിലേറ്റീവാണ്. മറ്റൊന്ന്, ഈ വിജയവും പരാജയവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഏകദേശം 33 ബാങ്ക് പരീക്ഷകൾ എഴുതി. അതിൽ 13ാമത്തെ പരീക്ഷയാണ് ഞാൻ പാസ്സായത്. ഈ 33 പരീക്ഷയിൽ 13ാമത്തെ പരീക്ഷയാണ് പാസ്സായത്. ആദ്യത്തെ 12 പരീക്ഷകൾ ഞാൻ തോറ്റപ്പം ഏകദേശം 10ഉം 11ഉം പരീക്ഷകൾ ഞാൻ അതിൻ്റെ മാർക്സ് RTL, റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം നിങ്ങൾ ഈ ഒരു പരീക്ഷയുടെ മാർക്ക് അറിയാൻ പറ്റും, അത് വാങ്ങി. അത്ര കാലവും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നെക്കൊണ്ട് ഈ പരീക്ഷ ഒന്നും പാസ്സാവാൻ കഴിയില്ല എന്നുള്ളത്. ഞാൻ വീണ്ടും ട്രൈ ചെയ്യുകയാണ്. പക്ഷേ ഈ 10ഉം 11ഉം പരീക്ഷയുടെ പേപ്പറുമായി റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ തോറ്റിരിക്കുന്നത് വെറും 1% മാർക്കിനാണ്. ചിലത് തോറ്റിരിക്കുന്നത് 1 മാർക്കിനാണ് പോയിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും തോറ്റു നിൽക്കുന്നവർക്ക് അറിയില്ല അവർ ഒരിക്കൽ കൂടി അവരുടെ സ്ട്രാറ്റജി മാറ്റി ഒന്നുകൂടെ ട്രൈ ചെയ്താൽ അവർക്ക് ജയിക്കാൻ പറ്റുമെന്ന്. അവർ അതിന് പകരമായിട്ട് ഇത് ഉപേക്ഷിച്ചിട്ട് പോകും. ഒരിക്കൽ കൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ വിജയിച്ചേനെ. ഇത് വിജയിച്ചവർക്കറിയാം. അവർ വെറും 0.% വ്യത്യാസത്തിൽ മാത്രമാണ് അവർ ജയിച്ചിരിക്കുന്നതെന്ന് വിജയിച്ച എല്ലാവർക്കും അറിയാം. കാരണം എൻ്റെ റാങ്കും എൻ്റെ തൊട്ടു താഴെയുള്ള ആളുടെ റാങ്കും തമ്മിൽ ഏതാനും ചെറിയ നേരിയ പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ തോറ്റവർക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഈ സമൂഹത്തിൽ തോറ്റവരുടെ എണ്ണം കൂടാൻ കാരണം, ജയിച്ചവരുടെ എണ്ണം കുറയാൻ കാരണം.
അപ്പം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങളൊന്ന് പുറകിലേക്കൊന്ന് ചിന്തിക്കുക. അതായത് ഞാൻ ഇതേവരെ ചെയ്ത സ്ട്രാറ്റജി കറക്റ്റ് ആയിരുന്നു, ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. മറിച്ച് ഇതിൻ്റെ അകത്ത് ചിലർ പറയും ലക്കിൻ്റെ ഫാക്ടർ കൊണ്ടാണ് കയറിപ്പോയത്. അങ്ങനെ ലക്കിൻ്റെ ഫാക്ടർ കൊണ്ട് ഒരാൾ ഒരു എക്സാമിനേഷൻ ഒരിക്കലും ജയിക്കില്ല. അതെ, മറിച്ച് നിങ്ങൾ കൃത്യമായിട്ടൊരു പരീക്ഷയ്ക്ക് സിലബസ് ഉണ്ട്. ഞാൻ കണ്ട കുട്ടികളിൽ അല്ലെങ്കിൽ ഈ എക്സാം എഴുതാൻ പോകുന്ന ആളുകളിൽ 80% സിലബസ് വായിക്കില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും വായിക്കും, പക്ഷേ ഇതിനാവശ്യമായി ഈ പരീക്ഷയിൽ എന്താണ് ചോദിക്കുന്നുള്ള സിലബസ് മാത്രം വായിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും തോൽവി അവർക്ക് സഹിക്കാൻ പറ്റാതാവുന്നത്. വിജയം കിട്ടുമ്പോൾ അവർ വലിയ തോതിൽ ആഹ്ലാദിക്കുന്നതിന് കാരണം. നമുക്കൊരു കോളുണ്ട്. ഹലോ, നമസ്കാരം. സാമൂഹിക പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. എല്ലാവിധ പുതുവത്സര ആശംസകളും നേരുന്നു കേട്ടോ സാമൂഹ്യ പാഠത്തിന്റെ. ഞാനിന്നായിരുന്നു സാർ, എല്ലാവർക്കും വേണ്ടി. വളരെയധികം നന്ദി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അറിയാലോ, നമ്മുടെ കൂടെ നിന്ന് ലിബിൻ രാജ് സാറാണ്. അദ്ദേഹത്തോട് സംസാരിച്ചോളൂ. സാർ, അങ്ങേക്ക് എന്റെ വിനീതമായ പുതുവത്സരാശംസകൾ. നമസ്കാരം. നമസ്കാരം. എന്റെയും പുതുവത്സരാശംസകൾ. പറയൂ. അനിൽ സാർ പേര്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാറിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, അതിനെക്കുറിച്ച് നമ്മൾ വളരെ മനോഹരമായിട്ട് സാറ് ഇത് നടത്തിക്കൊണ്ടിരിക്കാനായിട്ട് ഞാൻ കേട്ടു. അപ്പൊ അത് തന്നെയല്ല, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചത് 2021 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിരിക്കും. അപ്പൊ അത് നമുക്കാകുമോ? ആ 2021 നമുക്ക് കേരളത്തിനെ നമുക്ക് നേടേണ്ടതായിട്ടുള്ള എല്ലാം നവോത്ഥാനമായ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. അപ്പൊ അത് നമ്മൾ 2021 വരണം. അത് വരുമോ എന്നുള്ളതാണ് സാർ ഞാൻ ആവശ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ കേരളം അത്രയ്ക്ക് എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. അപ്പൊ കേരളത്തിൽ നവോത്ഥാനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പുതിയ ചിന്തകളും എല്ലാം വന്നിട്ടുള്ളത് കേരളത്തിൽ. അപ്പൊ കേരളത്തിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളമായിട്ട് വരുമോ? അതറിയാൻ സാർ വിളിച്ചത്. നമ്മൾ ഈ 2021 ലോകത്തിന് നമുക്ക് പലതും നൽകാനുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾ ഈ കാലത്തിനോടൊപ്പം നമ്മൾ കേരളം വളരുമെന്നും കൂടെ സാറേ, കാലവും നമ്മൾ ഒപ്പം വരണം ഇതിന്റെ ഒപ്പം. അപ്പൊ നമ്മൾ ഈ 2021 വന്നിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചോദിക്കുകയാണ് സാർ. അപ്പൊ നമുക്കൊരു വല്ലാത്ത ചിന്തകളും വിഷമങ്ങളും ഉണ്ട്. അപ്പൊ ഇത് കേരളം നമ്മൾ അതിജീവിക്കുക എന്നുള്ളതാണ്. വളരെ നന്ദി അനിൽ വിളിച്ചതിന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുമ്പ് അനിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഗൾഫ് ബൂം ഉണ്ടായിട്ടുണ്ട്. ഗൾഫിലേക്ക് ഒട്ടനവധി ആളുകൾ പോയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ തിരിച്ചു വരുന്നത് അങ്ങോട്ട് പോയതുപോലെയല്ല, ഒട്ടേറെ കഴിവുകളും ഒട്ടേറെ എക്സ്പീരിയൻസും ഒക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. മറ്റൊന്ന്, വിദ്യാഭ്യാസം. കേരളം ഇപ്പോഴും വിദ്യാഭ്യാസത്തിൽ ഒട്ടും പുറകിൽ പോയിട്ടുള്ള ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ്. അനിലിനറിയാവുന്നതുപോലെ വിദ്യാഭ്യാസം നേടുന്ന അയാൾക്ക് സ്വാഭാവികമായും ചിന്തകളുണ്ടാവും. ചിന്തിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും മുന്നോട്ട് നയിക്കുവാനുള്ള നവോത്ഥാനപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള ഒരു പ്രവണതയുണ്ടാവും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ കേരളത്തിൽ വളരെ സുശക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പ്രകൃതിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ കുറച്ചുകൂടി മാറ്റേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ കൺസ്ട്രക്ഷൻസുകൾ, അതേപോലെ നമ്മൾ പ്രകൃതിയോട് നടത്തുന്ന ചില പോരാട്ടങ്ങൾ, അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ, നമുക്ക് പ്രകൃതിയെ കൂടെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ 2021 കേരളത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായി മാറാനിടയുണ്ട്. നന്ദി വിളിച്ചതിൽ. അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ശുചിത്വ കേരളം പ്രാവശ്യം നൽകിയിരിക്കുന്ന കാര്യം പ്ലാസ്റ്റിക്കിനെ മുഴുവനായിട്ട് ഒഴിവാക്കുന്ന കാര്യം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ കടലിൽ പോലും വന്നടിയുന്നതിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നത് തന്നെയാണ്. അങ്ങോട്ട് ഇനിയും ഞങ്ങൾക്ക് ചോദിക്കാൻ പ്രധാനപ്പെട്ട കാര്യം, കേരളം ടെക്നോളജിയിൽ, പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ ടെക്നോളജിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നാണ്. ഇനിയുള്ള ഫ്യൂച്ചർ, കോവിഡിന്റെ കാലഘട്ടത്തിൽ ടെക്നോളജിക്ക് വലിയ റോളുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കേരളമായി. കേരളത്തിൽ ഇപ്പം സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ പുറത്തു പോയൊരു കോവിഡായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവരൊക്കെ തിരിച്ചു വരുന്നത് വളരെ ക്വാളിഫൈഡ് ആയിട്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഇവരുടെ കഴിവുകളെ നമുക്ക് കേരളത്തിനുള്ളിൽ തന്നെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കേരളം ആ മേഖലയിലും ടെക്നോളജിക്കലായിട്ടും വളരെയേറെ മാറാൻ സാധ്യതയുണ്ട്. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഏകദേശം 7 വർഷത്തിന് മുകളിലായി അങ്ങ് സിവിൽ സർവീസ് രംഗത്തേക്ക് വന്നിട്ട് ആ മേഖലയെക്കുറിച്ചും രംഗത്ത് നിന്ന് അങ്ങ് കണ്ടെത്തിയ, അങ്ങേക്ക് നൽകാൻ പറ്റിയ സംഭാവനകളെക്കുറിച്ചും, അതുപോലെ തന്നെ അങ്ങിലെ എഴുത്തുകാരന് അത് എത്രത്തോളം സഹായകരമായി എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതൊന്ന് പറയാം. ഒരു സിവിൽ സർവീസുകാരനെ സംബന്ധിച്ചിടത്തോളം 7 വർഷം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ചെറിയൊരു പീരീഡാണ്. ഒരു 35-40 വർഷമുള്ള ഒരു കരിയർ സ്പാനിൽ ഒരു 7 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പീരീഡാണ്. അതിൽ തന്നെ 2 വർഷം ട്രെയിനിങ് ആയിരുന്നു. അപ്പം ഇന്ത്യ മുഴുവൻ ചുറ്റി കാണുക. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളും ഞാൻ ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോയപ്പോൾ ഞാൻ
മനസ്സിലാക്കി. ഭാരത് ദർശൻ സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങാണ്. അതുകൂടാതെ ഫീൽഡ് അറ്റാച്ച്മെൻറ്റുകൾ, ഫീൽഡ് ഓഫീസുകൾ വിസിറ്റ് ചെയ്യൽ, സീനിയേഴ്സുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം. ഇതിലൂടെയെല്ലാം ഞാൻ മനസ്സിലാക്കിയത് കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണെങ്കിലും കേരളം വ്യതിരിക്തമായിട്ട് ചിന്തിക്കുകയും ഇന്ത്യയെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കുന്നതിൽ കേരളത്തിന് വലിയൊരു റോളുണ്ട്. ഇതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. മറ്റൊന്ന്, കേരളത്തെ പുറമേയുള്ള ആളുകൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ സർവീസിൽ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കേരളത്തിൽ വിദ്യാഭ്യാസം, ടെക്നോളജി, ആരോഗ്യം ഈ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും പൊതുജനങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് വലിയ തോതിൽ. ഇപ്പോൾ ഒരു ചെറിയ നാട്ടിൻപുറത്തെ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും 1ാം ക്ലാസ്സിൽ ആ കുട്ടിയെ ചേർക്കണമെന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് അറിയാം. അവൻ ഇന്ന വയസ്സിൽ വാക്സിൻ എടുക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു വാക്സിൻ ഹിസ്റ്ററി ഉണ്ട്, ഈ വാക്സിൻ ഹിസ്റ്ററി വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്ന് അവൻ്റെ അമ്മയ്ക്കും അച്ഛനും, അവർ നിരക്ഷരരാണെങ്കിൽ കൂടി അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു കുട്ടിയെ കമ്പ്യൂട്ടർ പഠിപ്പിക്കണമെന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഉത്തരേന്ത്യൻ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൂന്നിൻ്റെയും അഭാവമാണ് ഉത്തരേന്ത്യൻ സമൂഹത്തെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ, ഒരു ടെക്നോളജിയുടെ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ കഴിയുമെന്നുള്ള ഒരു റിയലൈസേഷൻ എനിക്കുണ്ടായി. മറ്റൊന്ന്, ഈ ആളുകളുടെ പരാതി പരിഹരിക്കുക എന്നുള്ളത് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആളുകൾ പരാതിപ്പെട്ടാൽ മാത്രമേ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. ആളുകൾ പരാതിപ്പെടുന്ന ഗവൺമെൻറ് സിസ്റ്റത്തെക്കുറിച്ച് ആളുകൾ പരാതിപ്പെടുന്നതും, ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതകാലത്തിലെ ഒരു ചെറിയ പങ്ക് മുഴുവൻ വില്ലേജ് ഓഫീസിൻ്റെ വരാന്തയിലും താലൂക്ക് ഓഫീസിൻ്റെ വരാന്തയിലും ചെലവഴിച്ചിട്ടുള്ള ആളാണ്. അക്കാലത്ത് ഞാൻ നിരന്തരമായിട്ട് ഗവൺമെൻറ്റുമായിട്ട് പോരാട്ടത്തിലായിരുന്നു. RTA അയക്കുക, പരാതികൾ അയക്കുക, വീടിൻ്റെ കരമടയ്ക്കാത്തതിന് അല്ലെങ്കിൽ വഴി അനുവദിച്ച് കിട്ടാത്തതിന്, വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്നുള്ള ധനസഹായം, ഇങ്ങനെ 100 കണക്കിന് കാര്യങ്ങൾക്ക് ഞാൻ പരാതികൾ അയച്ചിട്ടുണ്ട്. അന്നെല്ലാം ഈ പഞ്ചായത്ത് സെക്രട്ടറിമാർ, തഹസീൽദാർമാർ ഇവരൊക്കെ എൻ്റെ ശത്രുക്കളായിരുന്നു. പോലീസ് സ്റ്റേഷൻ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നാൽ അക്കാലത്ത് നമ്മളുടെ മനസ്സിൽ നമ്മൾ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റ് നമ്മുടെ തലച്ചോറിലുണ്ട്. ആ ഫോർമാറ്റിൽ പോലീസ് സ്റ്റേഷൻ എന്നാൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഇടിക്കുന്ന, കൈക്കൂലി വാങ്ങുന്ന, അങ്ങനെ ഒരു മേഖലയുണ്ട്. പക്ഷേ സിവിൽ സർവീസ് വന്നതിന് ശേഷമാണ് എനിക്കിത് മനസ്സിലായത്. ഈ 7 വർഷക്കാലത്ത് എനിക്ക് മനസ്സിലായത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത്ര ഭയക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല. ഗവൺമെൻറ് ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. അത് നമ്മൾ മനസ്സിലാക്കാതെയാണ് ഗവൺമെൻറ്റിനോട് നമ്മൾ ബഹളത്തിന് പോകുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലുള്ള നയങ്ങളും നിയമങ്ങളും ഒക്കെ അൾട്ടിമേറ്റ്ലി ഈ രാജ്യത്തെ നിരക്ഷരരായ ആളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ തക്കവണ്ണമുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പൗരനവബോധം ഉണ്ടാവണം. അത് ഏറ്റവും കൂടുതൽ പൗരാവബോധം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോഴും വളരെ എളുപ്പമാണ്. സമയം നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമൂഹം നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്ന വേറൊരു രീതിയിലായിരിക്കും. മറ്റൊന്ന്, എഴുത്ത് ജീവിതം, ഈ 2 വർഷത്തെ യാത്ര, ആളുകളെ നിരന്തരമായിട്ടുള്ള കണ്ടുള്ള പരിചയം, ഇതൊക്കെ എൻ്റെ എഴുത്ത് ജീവിതത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ സിവിൽ സർവീസിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്, യാത്രാവിവരണം എഴുതിയിട്ടുണ്ട്, then മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. then ഏറ്റവും പുതുതായിട്ടൊരു ഇംഗ്ലീഷ് പുസ്തകം എഴുതി, ഫിനിക്സ് വിത്ത് ബ്രോക്കൺ വിങ്സ്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അനുഭവങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്. അങ്ങയുടെ ഒരു പ്രധാനപ്പെട്ട വളരെ ഇഷ്ടമുള്ളൊരു പുസ്തകമായിട്ട് എപ്പോഴും പറയുന്ന, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകങ്ങളാണ് പാഠം 1 ആത്മവിശ്വാസം എന്ന മധുർഭൂമി ബുക്സിന്റെ ബെസ്റ്റ് സെല്ലറിൽ ഒന്നായിരുന്നു. അങ്ങയുടെ അധ്യാപകർക്ക് അങ്ങ് നൽകിയ ഒരു സ്നേഹ ഉപഹാരം എന്നാണ് അങ്ങ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ്റെ മാതാപിതാക്കന്മാർ എങ്ങനെയായിരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ സാർ മുമ്പേ പറഞ്ഞ, ഞാൻ സാറ് പറയാൻ വേണ്ടി ബാക്കി ഞാൻ വെച്ചിരുന്നല്ലോ, അത് തന്നെയാണ് അധ്യാപകർ ആയിരിക്കാൻ പാടില്ല. അതുപോലെ സമൂഹം, അങ്ങ് മുമ്പേ പറഞ്ഞു സമൂഹം എങ്ങനെയായിരിക്കാൻ പാടില്ല, അതിനെപ്പറ്റി. അധ്യാപകരെ കുറിച്ച് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ 2 കൊല്ലം ഇന്ത്യ മുഴുവൻ ചുറ്റിയ കാര്യം പറഞ്ഞു. ഈ ചുറ്റിയ കൂട്ടത്തിൽ ഞാൻ ഹിന്ദി പ്രദേശങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നേ വരെ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ മേം ഉപയോഗിക്കുമ്പോൾ ഹും ഉപയോഗിക്കുന്ന ഒരു ഹിന്ദിക്കാരനെ കൂടെ കണ്ടിട്ടില്ല. അതേസമയം എൻ്റെ ഹിന്ദി ടീച്ചർ എന്നെ പഠിപ്പിച്ചത് മേം ഉപയോഗിക്കുമ്പോൾ ഹും ഉപയോഗിക്കണമെന്ന്. ഞാൻ ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിലൊന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഒരിക്കലും നോട്ട് ഓൺലി ഉപയോഗിക്കുമ്പോൾ ബട്ട് ഓൾസോ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ നോ സൂണർ ഉപയോഗിക്കുമ്പോൾ ധാൻ ഉപയോഗിക്കും, ബോത്ത് ഉപയോഗിക്കുമ്പോൾ ആൻഡ് ഉപയോഗിക്കും. ആക്ച്വലി നമ്മൾ ഈ 2 ലാംഗ്വേജിനെ, ഇംഗ്ലീഷിനെയും ഹിന്ദിയെയും ഭയന്നിരുന്നത് ഈ ഗ്രാമർ എന്ന് പറയുന്ന സംഗതി കൊണ്ടാണ്. ഇനി മലയാളമാണെങ്കിൽ സന്ധി, സമാസം, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല മലയാളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സന്ധി ശരിയാണോ സമാസം ശരിയാണോ. യഥാർത്ഥത്തിൽ നമ്മളുടെ ലാംഗ്വേജിൻ്റെ പഠനം, ഭാഷയെ നമ്മൾ എങ്ങനെയാണോ പഠിപ്പിച്ചത്, അതിൽ നമ്മുടെ അധ്യാപകർക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറയുന്നത്. മറ്റൊന്ന്,
ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ എല്ലാം കാണാതെ പഠിക്കുന്ന ആളായിരുന്നു. കാണാതെ പഠിച്ചിട്ട് സ്കൂളിൽ ചെന്നിട്ട് ടീച്ചറോട് അത് തുടക്കം തൊട്ട് അവസാനം വരെ പറയും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണത്തിന് ഹിസ്റ്ററിയുടെ എസ്സേ ആണെങ്കിൽ പറയും, ചിത്രം 1:3 നോക്കുക, അതിൽ ഹാരപ്പൻ സംസ്കൃതിയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. അപ്പോൾ ടീച്ചർ പറയട്ടെ, ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അപ്പോൾ എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്ന് പറഞ്ഞു തരുന്നതിൽ അധ്യാപകർക്കൊരു വലിയ റോളുണ്ട്. പക്ഷേ എന്നെ അവർ നാട്ടിൻപുറത്തെ നമ്മുടെ തോടുകളും അതേപോലെ കനാലുകളും ചെറിയ പുഴകളും ഒക്കെ ഉണ്ട്, അവിടെ നീന്താനാണ് എൻ്റെ അധ്യാപകർ എന്നെ പഠിപ്പിച്ചത്. പക്ഷേ കടലിൽ നീന്താൻ എൻ്റെ അധ്യാപകർ എന്നെ പഠിപ്പിച്ചല്ല. അത് ചില അധ്യാപകർ പഠിപ്പിച്ച അധ്യാപകർക്കുള്ള ഒരു ഉപഹാരമാണ് ഈ പുസ്തകം. കാരണം ചില അധ്യാപകർക്ക് കടലുണ്ട് എന്നറിയാം, പക്ഷെ കടലിൽ നീന്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അവർ പുഴയിലും തോട്ടിലും കനാലിലും ഒക്കെ നീന്തി എക്സ്പേർട്സ് ആണ്. പക്ഷേ അങ്ങനെ നീന്തി പഠിച്ചിട്ട് നമ്മൾ കടലിൽ പോയി നീന്തുമ്പോഴാണ്, ഫോർ എക്സാമ്പിൾ നാട്ടിൻപുറത്തെ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് നമ്മൾ സിവിൽ സർവീസ് എഴുതാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്യേണ്ടത് IITയിലും IIMലും പഠിച്ചു വരുന്ന കുട്ടികളോടാണ്. അപ്പം അന്ന് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ടെന്നോ ഇന്ന കോളേജിൽ പോയി പഠിക്കണമെന്നോ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കണമെന്നോ പറഞ്ഞ അധ്യാപകരെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിട്ടുള്ളത്. അതേസമയം മറ്റു പല അധ്യാപകരും എന്നെ ഷെയ്പ്പ് ചെയ്തതില്ല വലിയ റോളുള്ളവരുണ്ട്, എന്നെ ഒത്തിരി സഹായിച്ചവരുണ്ട്, മെൻ്റലി ഒത്തിരി സപ്പോർട്ട് തന്ന അധ്യാപകരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു സമ്മാനമായിട്ടാണ് ഈ പുസ്തകം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അധ്യാപകർ ഒരു 30 വർഷം കഴിഞ്ഞ് എങ്ങനെയായിരിക്കണം ഈ സൊസൈറ്റി. കാരണം ഞാൻ +2 കഴിഞ്ഞ ഉടനെ എൻ്റെ ടീച്ചർ പറഞ്ഞു, നീ ഉറപ്പായിട്ട് നേഴ്സിങ്ങിന് പോയി ജോയിൻ ചെയ്യണം, നിനക്ക് ജോലി കിട്ടും. വേറൊരു ടീച്ചർ എടുക്കുക ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, ലിപിൻ നീ ഫിസിയോതെറാപ്പിസ്റ്റ് ആവണം, നീ ഫിസിയോതെറാപ്പിസ്റ്റ് ആയാൽ നിനക്ക് മാസം ഒരു 2 ലക്ഷം രൂപ ഗൾഫിൽ ശമ്പളം കിട്ടും. അപ്പോൾ വേറെ ഒരു സാർ എന്നോട് പറഞ്ഞു, നീ ജസ്റ്റ് സയൻസ് എടുത്തിട്ട് നേരെ ഗൾഫിൽ പോയാൽ മതി, നിനക്ക് ഇഷ്ടം പോലെ ശമ്പളം കിട്ടും. ഒരുപക്ഷെ അവരുടെ അന്നത്തെ കൺസെപ്റ്റ്, അവരൊരു അടുത്ത ഒരു 3 വർഷത്തേക്ക് 5 വർഷത്തേക്കുള്ള കൺസെപ്റ്റിലാണ് ഈ നമ്മളിങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ അടുത്ത 30 വർഷത്തേക്ക് ഈ സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കും, കരിയറിൽ എന്ത് മാറ്റം ഉണ്ടാകും. കാരണം അന്ന് ഉണ്ടായിരുന്ന പല കരിയറുകളും ഇന്നില്ല, ഇന്ന് പുതിയ കരിയറുകളാണ്. അപ്പോൾ അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ കഴിയുന്ന അധ്യാപകരെയാണ് ഈ സൊസൈറ്റിക്ക് വേണ്ടത്. ഇനി കുട്ടികൾ എന്ത് ചെയ്യണം വേണ്ട, ഞാൻ എൻ്റെ എല്ലാവരോടുമുള്ള അഭ്യർത്ഥന, കുട്ടികൾ അവരെന്താണോ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. ലെറ്റ് ദം ബി ജെനുവിൻ, അവരങ്ങനെ ജെനുവിനായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. മാതാപിതാക്കൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ അവർക്ക് മോണിറ്ററിങ്ങിനുള്ള ശേഷി മാത്രം കൊടുത്താൽ മതി. അവർക്കും അധ്യാപകർക്കും മോണിറ്ററിംഗ് എന്ന് പറയുന്നത് കുട്ടികളെ അവരുടെ പാതയിൽ വിടുക, കൃത്യമായി പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുവാനുള്ള നിരീക്ഷണ സംവിധാനം, ഡ്രോൺ ക്യാമറകൾ മാത്രമാണ് രക്ഷിതാക്കൾ. ഇനി സമൂഹമാണ്. ഞാനത് സമൂഹം എന്ന് അങ്ങയോട് ചോദിക്കാൻ കാരണം അങ്ങയുടെ പാഠം എന്ന ആത്മവിശ്വാസത്തിൽ വളരെ അർത്ഥവത്തായി ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന, ഇപ്പോൾ ആരെന്ത് സഹായം ചെയ്താലും അത് ഉടനെ ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, സൈറ്റുകളിൽ എല്ലാം ഒപ്പം തന്നെ ഞാൻ ചെയ്യുന്ന സഹായം നാട്ടിലുള്ളവർ അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഞാൻ ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ വളരെ ചുരുക്കമായിട്ട് വരുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഈ സമൂഹം എങ്ങനെ ആയിരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? സമൂഹം പലപ്പോഴും, ഞാൻ ആ ബുക്കിൽ എഴുതിയിരുന്ന ഒരു ഇൻസിഡൻറ്റ്, എനിക്ക് 10ാം ക്ലാസ്സിൽ എൻ്റെ പ്രദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയപ്പം 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും എന്നെയും കൂടി ചേർത്തൊരു പ്രോഗ്രാം നടത്തി. അപ്പോൾ ആ പ്രോഗ്രാമിൽ എൻ്റെ ആ നാട്ടിലുള്ള ചില ആളുകൾ, കാരണം അവർക്ക് ആ പ്രദേശങ്ങളിലുള്ളവരുടെ ഒരു മാനസികാവസ്ഥ അതായിരിക്കും, പക്ഷെ അവർ ചെയ്തത് എനിക്ക് മാത്രം ധനസഹായം, ബാക്കിയുള്ളവർക്ക് മെറിറ്റ് സ്കോളർഷിപ്പ്. അപ്പോൾ ഇതാണ് ഞാൻ ആ ബുക്കിൽ എഴുതിയത്. അതായത് വിദ്യാഭ്യാസം നല്ല രീതിയിൽ വാങ്ങിയ ഒരു കുട്ടിക്ക് നിങ്ങൾ എല്ലായ്പ്പോഴും കൊടുക്കേണ്ടത് അവൻ്റെ അറിവിനുള്ള അല്ലെങ്കിൽ അവൻ നടത്തിയ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലമായിരിക്കണം. മറിച്ച് ഒരിക്കലും അവന് കൊടുക്കേണ്ടത് ധനസഹായമാവരുത്. ഞാൻ പലപ്പോഴും അതിനുശേഷം പല മീറ്റിങ്ങുകളിൽ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറയും, ഈ കുട്ടിക്ക് ധനസഹായമല്ല കൊടുക്കേണ്ടത്, ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത് അവൻ്റെ മെറിറ്റിനുള്ള, കാരണം അവനൊരു ഉയർന്ന മാർഗമാണ്. അതെ, അതേസമയം ഒരു രോഗബാധിതനായി ഒരാൾ കിടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ധനസഹായമാണ്. അതേസമയം പഠിക്കുന്ന ഒരു ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് മേടിച്ചു, അല്ലെങ്കിൽ +2 എല്ലാത്തിനും A+ മേടിച്ചു, ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് അവൻ്റെ മെറിറ്റിനുള്ള, അവൻ്റെ കഴിവിനുള്ള അംഗീകാരമാണ്. അവിടെ ഞാൻ എല്ലായ്പ്പോഴും പറയും, അത് സാമ്പത്തികമായ സഹായമാവണം. നിങ്ങൾ അതിന് പകരം വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം, തുണി, ഇത്തരം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് യാതൊരു അർത്ഥവും ഇല്ല. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പഠനത്തിന് വേണ്ടി ഞാൻ മത്സരങ്ങൾക്ക് പങ്കെടുക്കുമായിരുന്നു. അന്ന് അക്കാലത്ത് ഞങ്ങൾ മത്സരങ്ങൾ സെലക്ട് ചെയ്തിരുന്നത്, ഇപ്പോൾ കഥാരചന, ഉപന്യാസം, പ്രസംഗം, ഇതൊക്കെ സെലക്ട് ചെയ്തിരുന്നത് എവിടെ പൈസ കിട്ടുന്ന മത്സരമാണ്. ആ മത്സരങ്ങളൊക്കെ പോകുള്ളൂ. കാരണം ആ മത്സരത്തിൽ സമ്മാനം കിട്ടി, 1000 രൂപ സമ്മാനം കിട്ടിയിട്ട് വേണം ആ മാസത്തെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കുക. അവിടെ നിന്ന് ഒരു 2500 രൂപ സമ്മാനം കിട്ടിയാലേ കോളേജിൽ ആ മാസത്തെ മെസ്സിൻ്റെ ചാർജ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള മെറിറ്റ് സ്കോളർഷിപ്പ്. ഇതാണ് സമൂഹത്തോട് എനിക്കുള്ള റിക്വസ്റ്റ്. ഇനിയും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എല്ലാ തവണയും ഇപ്പം അങ്ങ് മുമ്പേ മോട്ടിവേഷണൽ
സ്പീക്കേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എല്ലാ തവണയും ഉപദേശിയാക്കാനാണ് ഞാൻ ഉപദേശങ്ങൾ പരമാവധി കുറയ്ക്കാനും ഇതും കൂടെ എല്ലാ പ്രാവശ്യവും സാർ മുമ്പേ പറഞ്ഞ പോലെ അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും സമൂഹമാണെങ്കിലും ഒക്കെ പറയും ഒരു റോൾ മോഡൽ നിന്റെ ജീവിതത്തിൽ വേണം. റോൾ മോഡലിൻ്റെ ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ അത് ആവശ്യകത ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളത് വീണ്ടും ഉപദേശം കൊടുക്കേണ്ടി വരും. പ്രേക്ഷകരുടെ പെർമിഷനോട് കൂടി വീണ്ടും ഒരു ഉപദേശം കൂടി. ഇത് ആക്ച്വലി ഞാൻ ഇവയെല്ലാം വളരെ കൃത്യമാണെന്നോ ഇവയാണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെന്നോ ഒരു തിയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തീസിസിനെ ബേസ് ചെയ്ത് പറയുന്നത് എൻ്റെ ലൈഫിൽ നിന്നുള്ള അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റോൾ മോഡലുകൾ എന്നത് പലപ്പോഴും നമ്മൾ റോൾ മോഡലുകളെ അഡോപ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാത്ത ആളുകളെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഷ്ടംപോലെ മോട്ടിവേഷണൽ കോട്ട്സ് നെറ്റിൽ നോക്കിയാൽ കിട്ടും, ഇഷ്ടംപോലെ റോൾ മോഡൽസിനെ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു പ്രശസ്തനായ വ്യക്തിയെ റോൾ മോഡലാക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലെ മൈൽ കുറ്റികളാണ്, അല്ലെങ്കിൽ സർവേ കല്ലുകളാണ്, അവർക്ക് മുന്നോട്ട് പോകാനുള്ള സർവേ കല്ലുകളാണ്. പക്ഷേ ആ വ്യക്തിയെ പോലെ ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആ വ്യക്തി കടന്നു വന്ന വഴികൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുപ്പിച്ചില്ലും ഈ തീക്കനലും ഒക്കെ ഇട്ട് അതിലൂടെ നടക്കുമ്പം ഇവരൊരിക്കലും അവരാവില്ല. കാരണം അവരുടെ ലൈഫിലെ കുപ്പിച്ചില്ലിലൂടെയും ലൈഫിലെ തീക്കനലിലൂടെയും നടന്നതിന് ശേഷം അവരൊരു പ്രധാനപ്പെട്ട സ്ഥാനത്തെത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ റോൾ മോഡലിനെ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. റോൾ മോഡലിൻ്റെ നല്ല ഗുണങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ജീവിതം പഠിക്കുമ്പോൾ, അവരെഴുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് അവരോട് ഒരു അട്രാക്ഷൻ തോന്നും, അവരെ പോലെ ആവാൻ നോക്കും. ഉദാഹരണത്തിന് എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തെ പോലെ ആവാൻ, ഗാന്ധിജിയെ പോലെ ആവാൻ, അല്ലെങ്കിൽ വലിയ പ്രമുഖരായ ആളുകളെ പോലെ ആയിത്തീരാൻ. പക്ഷേ ഇപ്പോഴത്തെ റോൾ മോഡലുകൾ സമൂഹത്തിൽ അങ്ങനെയൊന്നും ഇവരൊന്നും അല്ല, മാറി. പുതിയ ജനറേഷൻ്റെ റോൾ മോഡലുകൾ മാറി. അപ്പം അങ്ങനെയുള്ളവരെ റോൾ മോഡലാക്കുന്നതുകൊണ്ടും തെറ്റില്ല. പക്ഷേ അവരുടെ ക്വാളിറ്റീസ്, കാരണം ഒരു റോൾ മോഡലിനെ 4 വർഷം നമുക്കറിയില്ല, റോൾ മോഡലിന് അടുത്ത് എത്തിച്ചേരാൻ പോലും കഴിയില്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും റോൾ മോഡൽ. കാരണം അദ്ദേഹം സ്വപ്നങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് പറഞ്ഞ് അദ്ദേഹം വിഷൻ 2020, ആ 2020 നമ്മൾ കണ്ട കൊറോണയുടെ താണ്ഡവമാടിയ വർഷം. നമ്മൾ ഈവൻ 2020 നമ്മൾ സിനിമ പോലും ആഘോഷിച്ചു. 2020 എന്ന് പറഞ്ഞ സിനിമ പോലും, അന്ന് നമ്മുടെ പ്രതീക്ഷ 2020 ഏറ്റവും മികച്ചതാവുമെന്നായിരുന്നു. ഈ ഹോപ്പ് എന്ന് പറയുന്ന, ഡ്രീം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് തന്നത് അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഞാൻ പറയുന്നത്, ദേ ക്യാൻ ബി ബെസ്റ്റ് പീപ്പിൾ എമംഗ് റോൾ മോഡൽസ്, അഡോപ്റ്റ് ദം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റോൾ മോഡലുകൾ എന്ന് പറയുന്നത് ഈ സർവേ കല്ലുകളാണ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ, റോഡ് ട്രിപ്പ് പോകുമ്പോൾ കാണുന്ന മയിൽ കുറ്റികളാണ്. ഇനി എത്രയും കൂടെ ഉണ്ട് എന്ന് നമ്മൾ തന്നെ മെഷർ ചെയ്യുവാനുള്ള മയിൽ കുറ്റികളാണ്. അങ്ങയുടെ മറ്റൊരു കൃതിയാണ് തേനുറുമ്പിനെ തേനീച്ചയ്ക്ക. എല്ലാ പേരുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ കഥയുടെ പേര് സ്വർണ്ണത്തവള, ഗോൾഡൻ ഫ്രോഗ്. പിന്നെ ഗോൾഡൻ ഫ്രോഗ് ആക്ച്വലി അതിന് പേര് വരാൻ കാര്യം, ഗോൾഡൻ ഫ്രോഗ് എന്ന് പറയുന്നത് ഈ ആഗോളതാപനം മൂലം, ഗ്ലോബൽ വാർമിംഗ് മൂലം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണ നിറമുള്ള ഒരു ഫ്രോഗ്, തവളയാണ്. അപ്പോൾ ആ കഥയുടെ പൊതുവായ ഒരു തീമെന്ന് പറയുന്നത് നല്ല മനുഷ്യർ, ആത്മാർത്ഥതയും ജെനുവിനായ ക്യാരക്ടറും ഒക്കെ ഉള്ള മനുഷ്യർ ഭൂമിയിൽ നിന്ന് പതുക്കെ പതുക്കെ അപ്രത്യക്ഷരായി പോകുന്നു എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ കഥകളിലെ ഒരു തീം അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങയുടെ തേനുറുമ്പിനെ തേനീച്ചയാക്കാം എന്ന് പറഞ്ഞ ഇതിനെ ബന്ധപ്പെടുത്തി ഞാൻ ചോദിക്കുകയാണ്. ഈ സാമൂഹ്യ വന്നതിന് കാരണം, തേനുറുമ്പ് തറയിലൂടെ ഉറുമ്പായിട്ട് നടക്കുന്ന, ഇഴഞ്ഞു പോകുന്ന ഒന്നാണ്. തേനീച്ച പറന്നു പോകുന്നതാണ്. അപ്പം തറയിലൂടെ നടന്നാൽ മാത്രം പോരാ, അവിടെ നിന്ന് പറക്കാനും കഴിയും. അതാണ് ഈ തലക്കെട്ടിൻ്റെ. ഞാൻ ചോദിച്ചു വന്നത് സാർ, ഈ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടും പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോകുന്ന, അല്ലെങ്കിൽ മാർക്ക് കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ജോലിക്കായി ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാതെ പോകുന്ന, ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും സമ്മർദ്ദവും കുറ്റവും മാത്രം കേൾക്കേണ്ടി വരുന്നവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും നല്ല മാർക്ക് കിട്ടും. പക്ഷെ അവർ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഹാർഡ് വർക്കിനല്ല പ്രധാനം, സ്മാർട്ട് വർക്കിനാണ് പ്രധാനം. ഇപ്പോൾ ഉദാഹരണത്തിന്, അത് തന്നെയാണ് സാറിന് കേൾക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് പോകുന്നു, അതേസമയം ചോദ്യം വരുന്നത് മറ്റൊരു ചാപ്റ്ററിൽ നിന്നാണ്. അതിന് ചോദ്യമിട്ട ആളെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതേസമയം ഒരു കുട്ടി മുഴുവൻ പഠിച്ചിട്ട് പോവുകയും അത് മുഴുവൻ റിവൈസ് ചെയ്യുകയും പഴയ ചോദ്യ പേപ്പർ നോക്കുകയും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും എഴുതി നോക്കുകയാണെങ്കിൽ അവന് ഉറപ്പായിട്ടും വിജയമുണ്ടാവും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ തോൽവിയും പരാജയവും അല്ലെങ്കിൽ ജയവും എന്നൊക്കെ പറയുന്നത് തികച്ചും ആപേക്ഷികമായിട്ട് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ചില ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും കുട്ടികളുടെ വിജയത്തെ സംബന്ധിച്ച്, കുട്ടികളുടെ പരാജയത്തെ സംബന്ധിച്ച്, അവർ കടന്നു പോകുന്ന വഴികളിലെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ച് അവർക്ക് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചുറ്റുപാട് ഒരുക്കി കൊടുക്കുന്നതിൽ സമൂഹത്തിന് വലിയ റോളുണ്ട്. ഇനിയും ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു വലിയ പൊസിഷനിലിരിക്കുമ്പോൾ
നിങ്ങളൊരു വലിയ തസ്തികയിലിരിക്കുമ്പോൾ സാറിന്റെ കഥ തന്നെ പറയാം. അത് അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങളൊരു വലിയ പോസ്റ്റിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മർദ്ദം വരും. തീർച്ചയായും സമ്മർദ്ദം വന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. കാരണം നിങ്ങളെ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുത്തുന്നതിന് കാരണം തന്നെ അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക എന്നുള്ളതും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാധാന്യമുള്ള പോസ്റ്റുകൾ ഇരിക്കുന്നവർക്ക് സമ്മർദ്ദം വരും. അത് കുട്ടികളാവട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ അവരുടെ പരീക്ഷകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദമുള്ള മേഖലയാണ്. ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ച് അവരുടെ ജോലി ഒരു സമ്മർദ്ദം നിറഞ്ഞ ഒന്നാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ചില കള്ളനാണയങ്ങൾ ഉണ്ട്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മാതാപിതാക്കൾ എന്നോട് വളരെ സത്യസന്ധനായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കാൻ പറയുമ്പോൾ അവരൊരിക്കലും എന്നോട് ഈ സമൂഹത്തിൽ കള്ളനാണയങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ ഈ പുസ്തകത്തിൽ ചില ന്യൂജൻ ഫ്രോഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അവർക്ക് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കള്ളത്തരം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജീവിതവൃത്തി. നിങ്ങളൊരു നല്ല വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് പോകുന്നു, അവർ നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവർ ചെളി നിറഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഷർട്ടിൽ സ്വാഭാവികമായും ചെളിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരക്കാരെ കരുതിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനം. കാരണം എങ്ങനെയാണ് അത്തരക്കാരെ ഈ വഞ്ചിക്കുന്നവരെയും ഈ കള്ളനാണയങ്ങളെയും എളുപ്പത്തിൽ തിരിച്ചറിയുന്നത്, ഒറ്റ നിമിഷത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള ക്രാഷ് കോഴ്സ് വല്ലതും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വേണം. അത് വളരെ അത്യാവശ്യമാണ്. കാരണം അത്തരത്തിലുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു ചതിവ് പറ്റി, നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ആ ഇമ്പാക്റ്റിൽ നിന്ന് മടങ്ങി വരിക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു ഇമോഷണൽ പ്രോസസ്സാണ്, ഒരു മാനസികമായ ഒരു വലിയ കടമ്പയാണ്. അത് കടന്നു വരാൻ വേണ്ടി അതിന് ബെറ്റർ നിങ്ങളെ സ്വയം ഹർട്ട് ചെയ്യാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളത്, അതിനുള്ളൊരു ക്രാഷ് കോഴ്സ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ അതിനകത്ത് ചോദിച്ചത് സമ്മർദ്ദങ്ങളെ കുറിച്ച് ഒരു ചെറിയ പോയിന്റ് കൂടെ പറയാം. അറ്റ് ദി എൻഡ് ഞാൻ വിശ്വസിക്കുന്നത് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയണം. ഒരു സിവിൽ സർവൻറ്റിന് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയണം. പിന്നീട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ആരെങ്കിലും ഒരു പേപ്പർ എടുത്ത് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാക്കി, അടുത്ത കേസ് ഫയൽ ഉണ്ടാക്കി, വിജിലൻസുകൾ ഇടപെട്ട് അങ്ങനെ പല ഇതുണ്ടല്ലോ, നിയമപരമായിട്ടുള്ള പരാതികൾ വന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സമാധാനം കളയുന്നതിനേക്കാൾ നല്ലത് തൽക്കാലത്തേക്ക് നിങ്ങൾക്കൊരു പ്രഷർ ഉണ്ടാകും. സ്വാഭാവികമായി ഈ പ്രഷറിനെ അതിജീവിക്കുക. ഒരു ഒപ്റ്റിമൽ പോയിന്റ് ഉണ്ട് എല്ലാ പ്രഷറും. അത് കഴിയുമ്പോൾ ആ പ്രഷർ അതിൻ്റെ മുകളിൽ വരില്ല. നിങ്ങൾ ആ ഒപ്റ്റിമൽ പോയിന്റിനെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒപ്റ്റിമൽ പോയിന്റിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മറ്റാരും പ്രഷർ ചെയ്യുകയില്ല. സോ അതിനുശേഷം നിങ്ങൾക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ഈ നഷ്ടങ്ങളൊക്കെ വെറും താൽക്കാലികമാണ്. അതേസമയം അതുമൂലം ഉണ്ടാകുന്ന നിങ്ങളൊരു സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുണ്ടാവുന്ന നേട്ടങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട്. സോ അതുകൊണ്ട് പലപ്പോഴും മനസ്സമാധാനത്തോടെ വൈകുന്നേരം കിടന്നുറങ്ങുക എന്നുള്ള ലക്ഷ്യമാണ് ഈ സമ്മർദ്ദത്തിന് അടിമപ്പെടുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇതൊരു ഇൻഡിവിജ്വൽ ചോയ്സാണ്, വ്യക്തിപരമാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് ഒരു ദിവസത്തേക്ക് മാത്രം സമാധാനം മതിയോ, ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടണമോ, അതോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ റിട്ടയർ ആയി പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നീടുള്ള പോസ്റ്റ് റിട്ടയർമെൻറ്റ് ലൈഫിലോ മനസ്സമാധാനത്തോടെ ഇരിക്കണം. സോ ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ ചോയ്സ്. സാറിനോട് അതിനകത്ത് തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് അറിയേണ്ട ഒരു ചോദ്യമാണ്. കാര്യം സാർ മുമ്പേ പറഞ്ഞു, പുറത്തു നോക്കിയ ധാരാളം ആളുകൾ, മുമ്പേ ആ വിളിച്ച കോളറിനകത്ത് പറഞ്ഞു, ധാരാളം ആളുകൾ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. സാർ, നമ്മുടെ ഇടയിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള നിരവധി ആളുകൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതാ മുമ്പത്തെ ചോദ്യത്തിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചത്, ജോലിക്ക് വേണ്ടി പഠിച്ചിട്ടും ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും ജോലി ലഭിക്കാതെ പോകുന്ന അനേകായിരങ്ങൾ. ഇപ്പോഴത്തെ LDCയുടെ എക്സാമിന് 15 ലക്ഷത്തിന് മുകളിൽ ആളുകളാണ് അപേക്ഷിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ചോദിക്കാനുള്ളത്, അവരുടെ മാനസികാവസ്ഥ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കാണുന്ന ആ ഒരു ജോലി കിട്ടിയതിന് ശേഷമേ ഞങ്ങൾക്കിനിയും ബാക്കിയുള്ളൂ എന്നുള്ളൊരു ജീവിതം, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അങ്ങയുടെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് എല്ലാവരും ഓൾട്ടർനേറ്റ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ടുള്ള മറ്റ് ചില ഓപ്ഷൻസിനെ കൂടി ആലോചിക്കേണ്ട കാലമാണ് ഈ കോവിഡ് കാലം. കോവിഡ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് IT സെക്ടറിലുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർക്ക് IT മാത്രമേ അറിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അധ്യാപന രംഗത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മാധ്യമ രംഗത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർ ആ മേഖലയിലെ എക്സ്പേർട്സാണ്. പക്ഷേ അതിനുശേഷം തിരിച്ചു വരുമ്പോൾ അവർക്ക് ആ മേഖലയിലുള്ള ജോലി അല്ലാതെ വേറെ ഒരു ജോലിയും അവർക്ക് അറിയില്ല. അതാണ് ഇവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയണം. ഉദാഹരണത്തിന് ഒരു അധ്യാപകനാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു ഫീൽഡിൽ കഴിവുണ്ടായിരിക്കണം. പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും മുതിർന്നവർ ഫർണിച്ചർ ഉണ്ടാക്കാൻ പഠിപ്പിക്കും, ചിത്രകല പഠിപ്പിക്കും, നൃത്തം പഠിപ്പിക്കും, അതേപോലെ തന്നെ വേറെ രീതിയിലുള്ള കൈത്തൊഴിലുകൾ പഠിപ്പിക്കും, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കും.
പക്ഷേ ഇതൊക്കെ ഓൺ ദ സ്പോട്ട് മത്സരങ്ങളും ശാസ്ത്രമേഖലയിലേക്ക് നമ്മൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്നവർ എല്ലാവരും ഈ മാർക്കറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന ഒരു ഇമ്പാക്റ്റാണ്. എല്ലാവരും ആ മേഖലകളൊക്കെ വിട്ട്, കൈത്തൊഴിലുകളൊക്കെ വിട്ട്, അതൊക്കെ വളരെ കുറഞ്ഞ ജോലികളാണ്. അതുകൊണ്ട് IT മേഖലകളിലേക്ക് പോകാം. ഈ IT മേഖലയിൽ പ്രശ്നം ഇത്തരത്തിലുള്ള കോവിഡ് പോലുള്ള വലിയ പ്രതിസന്ധികൾ വരുമ്പം ഇനി അടുത്ത വലിയ പ്രതിസന്ധികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം സ്പാനിഷ് ഫ്ലൂവും മീസിൽസും പോളിയോയും റാബിസും കോവിഡും എബോളയും ആന്ത്രാക്സും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വൈറസുകളുടെ ഈ വിളയാട്ടം ഒരു 10 വർഷത്തിനിടയ്ക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കാം. അതേസമയം അതിനിടയ്ക്ക് ഗംഗ വീണ്ടും മലിനീകരിക്കപ്പെടാതെ ഇരിക്കും. ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഏറ്റവും കുറവാകും. യമുന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തെളിമയുള്ള ജലം നൽകും. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കുന്ന സംഗതി. കാരണം പ്രകൃതി വീണ്ടും റീസൈക്ലിങ്ങിന് വിധേയമായിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് ഒരു പ്രകൃതി ലോക്ക്ഡൗൺ ചെയ്യും. മനുഷ്യൻ മാത്രമാണ് ലോക്ക്ഡൗൺ പോയത്. പ്രകൃതി ആ സമയത്ത് ഫുള്ളി ആക്ടിവേറ്റഡ് ആയിരുന്നു. ആ സമയത്ത് ലോക്ക്ഡൗണേ ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു സന്ദർഭത്തിൽ ഒരു രണ്ടാമതൊരു സ്കില്ലും കൂടി ഏൺ ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ യുവാക്കളോട് ആവശ്യപ്പെടുന്നു. കാരണം മലയാളത്തിൽ സിവിൽ സർവീസ് എഴുതാമെന്ന് ആദ്യമായിട്ട് ഒരു വഴി ഉണ്ടാക്കിയത്, അതിനെ പോപ്പുലറൈസ് ചെയ്തത് ഞാനാണ്. പ്രത്യേകിച്ചും 224ാമത്തെ റാങ്ക് കിട്ടിയപ്പോഴാണ് ആളുകൾക്ക് തോന്നിയത് മലയാളത്തിലും സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിക്കാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ. അന്ന് മലയാളം ഓപ്ഷനിൽ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെ പുതിയ വഴികൾ വെട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം മലയാളം മാത്രമല്ല. അതുകൊണ്ടാണ് എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ ഇംഗ്ലീഷിൽ എഴുതാൻ തീരുമാനിച്ചത്. അടുത്ത പുസ്തകം ഇംഗ്ലീഷിൽ തന്നെയാണ് വീണ്ടും എഴുതുന്നത്. കാരണം മലയാളം മാത്രം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. യു ഹാവ് ടു ലേൺ അതർ ലാംഗ്വേജസ് ഓൾസോ. ഇംഗ്ലീഷും കഴിയണം. തികച്ചും നമുക്ക് ഹിന്ദിയോട് നമുക്ക് എല്ലായ്പ്പോഴും ഒരു അകൽച്ചയുണ്ട്. ആ അകൽച്ച മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ മേം ഉപയോഗിക്കുമ്പോൾ ഹും ഉപയോഗിക്കുന്നതല്ല ഹിന്ദി. നിങ്ങൾ ഈ മേം ഉപയോഗിക്കുന്ന ഹുമ്മുമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അവിടുത്തെ സാധാരണക്കാരുടെ ഹിന്ദി തികച്ചും വ്യത്യസ്തമാണ്. നമ്മളുടെ ഹിന്ദി കവിതകളും ഹിന്ദി കഥകളും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതല്ല ഒരുപക്ഷെ ഫീൽഡിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് സമയം വളരെ കുറവാണ്. എങ്കിൽ പോലും അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ആ ചോദ്യത്തിൽ അങ്ങയെക്കുറിച്ച് അങ്ങ് ഒറ്റ വാക്കിൽ അങ്ങയെപ്പറ്റി എന്താണ് വിശേഷിപ്പിക്കുന്നത്? അതുപോലെ തന്നെ ഈ ഒരു പുതിയ വർഷത്തിൽ അങ്ങേക്ക് തന്നെ നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്താണ്? ഓക്കെ, ആദ്യത്തെ പാർട്ട് ഞാൻ എന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്. ഐ ഫീൽ 51:49. 51% വിജയിക്കുകയും 49% പരാജയപ്പെടുകയും അത് 100-ലെത്തിക്കാൻ വേണ്ടി നിരന്തരമായി ശ്രമിച്ച് 49 കുറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പലപ്പോഴും ആളുകൾക്ക് കാണുമ്പോൾ ഒരുപക്ഷെ ചീസ് കേക്ക് പോലെയാണ്, അല്ലെങ്കിൽ ഒരു പിസയുടെ ടോപ്പിങ്സ് പോലെയാണ്. പിസയുടെ മുകളിൽ വളരെ കുറച്ച് ഭാഗത്തേ ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ ടോപ്പിങ്സ്. അതേപോലെ ചീസ് കേക്കിൻ്റെ മുകളിൽ മാത്രം ഒരു ചെറിയ ലെയർ മാത്രമേ ചീസ് കാണുള്ളൂ. വലിയ ഭാഗവും പരാജയമാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ വിദ്യാർത്ഥികളോടും കൂട്ടുകാരോടും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പരാജയം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഏറ്റവും അണ്ടർലൈങ് ആയിട്ടുള്ള ലെയറായിട്ട് കിടക്കും. പക്ഷേ വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഞാൻ ഈ 49 എന്ന് പറഞ്ഞത് എൻ്റെ പരാജയവും വിജയവും തമ്മിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജേ ഉള്ളൂ. അതിനെ കുറച്ചുകൊണ്ട് വരുവാൻ അത് കൂട്ടി 100-ലേക്ക് എത്തിക്കുക, ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്നെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. വാഗ്ദാനം എന്നത് കഴിഞ്ഞ ജനുവരി 1 എടുത്ത വാഗ്ദാനം ജനുവരി 2 ആയപ്പോൾ ഞാൻ തെറ്റിച്ചിരുന്നു. അപ്പോൾ ഇനി ഇത്തവണ ജനുവരി 2 കഴിഞ്ഞ വർഷത്തെ തെറ്റിച്ച വാഗ്ദാനം തന്നെ ഇത്തവണ കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ്. അത് വീണ്ടും റിന്യൂ ചെയ്യാം ഈ പുതിയ വർഷത്തിലേക്ക്. പുതിയ വാഗ്ദാനം എന്ന് പറയുന്നത് എനിക്ക് കുട്ടികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ സ്കിൽഫുള്ളായിട്ടുള്ള ഒരു ജനറേഷനെ ഡെവലപ്പ് ചെയ്തിടണം. എൻ്റെ പ്രൊഫഷനിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ചും ട്രെയിനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഒരു പുതിയ സിനിമ വരാനുണ്ട്. പാഠമെന്ന ആത്മവിശ്വാസത്തിൻ്റെ ഒരു ചലച്ചിത്ര ഭാഷ്യം. ഷാജി അസീസാണ് അത് നിർമ്മിക്കാമെന്ന് ഏറ്റിരിക്കുന്നത്, സംവിധാനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നത്. അപ്പം ഈ വർഷം അതിൻ്റെ വർക്ക് നടത്താനുണ്ട്. ഇംഗ്ലീഷ് പുസ്തകം വരാനുണ്ട്. ദെൻ ഇടയ്ക്ക് ഒരു നോവൽ എഴുതിയിരുന്നു. കോവിഡിൻ്റെ സമയത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പെട്ട് നല്ല തിരക്കിലായിരുന്നു. സോ അതുകൊണ്ട് ആ സമയത്ത് ഒന്നും തന്നെ എഴുതാൻ പറ്റിയിരുന്നില്ല. ആ 270 ദിവസങ്ങൾ നഷ്ടപ്പെട്ടു പോയ, ആ സമയത്തൊക്കെ നിരന്തരമായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ, കാരണം ബാക്കിയുള്ളവരെല്ലാം സേവ് ചെയ്ത 270 ദിവസമാണ്. എനിക്കൊന്ന് ആ ദിവസങ്ങളിലാണ്, കഴിഞ്ഞ 6 മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വീട്ടിലിരുന്ന് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ ദിവസങ്ങൾ ഈ 2021 തിരിച്ചു പിടിക്കുക, ഫിൽ ദ ഗ്യാപ്പ്, ആ ബ്ലാങ്ക് സ്പേസിനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് 2021 എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന്. സാമൂഹ്യ പാഠവും ഇത് തന്നെയാണ് ഓർമ്മിക്കുന്നത്. വാഗ്ദാനം വെറുതെ കൊടുക്കാനുള്ളതല്ല, നമ്മളത് പ്രാവർത്തികമാക്കാനുള്ളതാണ്, സമൂഹത്തിൽ നടപ്പിലാക്കാനുള്ളതാണ്. സമയപരിമിതി മൂലം സാമൂഹ്യ പാഠത്തിൻ്റെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. നമ്മുടെ അതിഥിയായിട്ടെത്തി തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ, തൻ്റെ കഷ്ടപ്പാടിലൂടെ, കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം
പങ്കുവെച്ച, അദ്ദേഹം കൈവരിച്ച ആ വിജയം നമുക്ക് വേണ്ടി പങ്കുവെച്ചതിൽ, അതുപോലെ തന്നെ നമ്മുടെ ഈ പുതിയ വർഷത്തെ നമുക്ക് എങ്ങനെ നമുക്ക് സമീപിക്കാം, എങ്ങനെ മാറ്റിമറിക്കാം എന്ന് നമ്മളോട് വളരെ വിലപ്പെട്ട വാക്കുകൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ലിപിൻ രാജ് സാറിന് സാമൂഹ്യ പാഠത്തിൻ്റെയും പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ദൂരദർശനെ പേയുള്ള നന്ദി ഈ സമയത്ത് കരയേറ്റുകയാണ്. വളരെയേറെ നന്ദി. എന്തായാലും സാറിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ, പാഠം ഒന്ന് ആത്മവിശ്വാസത്തിൽ പറഞ്ഞ പോലെ, ഈ 2021 ഒരു ആത്മവിശ്വാസത്തിൻ്റെ ആയിരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.